ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ടൈറ്റിൽ ഡിസൈനിൽ ലക്കി ഭാസ്കർ എന്ന പേര് ഒരു കറൻസി നോട്ടിന്റെ മാതൃകയിലാണ് എഴുതി കാണിക്കുന്നത്. ആർ എന്ന ലെറ്ററിന് പകരം രൂപയുടെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിനിമയുടെ അവസാനം ലക്കി ഭാസ്കർ എന്ന് എഴുതി കാണിക്കുമ്പോൾ സിൽവർ കളർ മാറി ലൈറ്റ് ഗോൾഡൻ കളറായി മാറുന്നതായി കാണാം. ₹1 നോട്ടിലൊഴിച്ച് ബാക്കി എല്ലാ നോട്ടിലുമുള്ള RBI ഗവർണറിന്റെ ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ദ സം ഓഫ് എന്ന ഡിക്ലറേഷനും കാണാം. സിനിമയുടെ കഥ നടക്കുന്നത് ബോംബെയിലാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പടം ടൈറ്റിലിന് താഴെ കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ഓഹരി വിപണിയെക്കുറിച്ചും ബോംബെ പോർട്ട് വഴിയുള്ള ഇല്ലീഗൽ ചരക്ക് കടത്തും കാണിക്കുന്നതുകൊണ്ട് പോർട്ടിന്റെയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിംഗും ടൈറ്റിലിന്റെ 2 സൈഡിലായി കൊടുത്തിരിക്കുന്നതായി കാണാം. ലക്കി ഭാസ്കർ എന്ന ദുൽഖറിന്റെ കഥാപാത്രം വർക്ക് ചെയ്യുന്നത് മഗധ ബാങ്കിലാണ്. മഗധ ബാങ്കിന്റെ ഈ ലോഗോ അവരുടെ സീലിലും കൃത്യമായി കൊടുത്ത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സിനിമയിൽ രാംഗി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ആന്റണി എന്നാണ്. അയാൾ അമേരിക്കയിലേക്ക് പോയ ശേഷം പിന്നീട് കാണിക്കുന്ന സീനിൽ അയാൾ നടത്തുന്ന റെസ്റ്റോറന്റിന്റെ പേര് ബ്രിഗാൻസാസ് ബീനറി എന്നാണെന്ന് കാണാം. ആന്റണിയുടെ ഫുൾ നെയിമാണ് ആന്റണി ബ്രിഗാൻസ. ഈ കാര്യം സിനിമയുടെ തുടക്കത്തിൽ ഭാസ്കറിന് അയാൾ കൊടുക്കുന്ന പോർട്ടിന്റെ ട്രേഡിംഗ് ലൈസൻസിലെ അയാളുടെ പേരിൽ നിന്ന് മനസ്സിലാക്കാം. 1990കളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ ഹർഷത് മേത്തയെക്കുറിച്ച് 2020 ക്യാം 1992 എന്ന വെബ് സീരീസ് പുറത്തിറങ്ങിയിരുന്നു. ഹർഷത് മേത്ത അന്ന് സ്വയം സമ്പാദിച്ചത് $1 ബില്യണിലേറെ രൂപയാണെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് നഷ്ടമായത് 30,000 കോടി രൂപയിലേറെയായിരുന്നു. ഈ ഹർഷത് മേത്തയുടെ നടന്ന സംഭവകഥയുടെ ബാക്ക്ഡ്രോപ്പ് സ്റ്റോറി ആയിട്ടാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹർഷത് മേത്തയ്ക്ക് പകരം ഹർഷ മെഹ്റ എന്നാണ് സിനിമയിൽ ആ കഥാപാത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. 1990-92 കാലഘട്ടത്തിൽ അന്നത്തെ പത്രങ്ങൾ ബിഗ് ബുൾ എന്നാണ് യഥാർത്ഥ ഹർഷത് മേത്തയെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഈ ഷോട്ടിൽ ഒരാൾ സൈഡിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. അതിൽ ബിഗ് ബുൾ എന്ന ഹർഷത് മെഹ്റയുടെ വാർത്തകളും കാണാം. ഈ സിനിമയിലെ എയർപോർട്ട് സീനുകളിൽ എയർപോർട്ടിന്റെ പേര് സഹർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇപ്പോഴത്തെ ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ടാണ് 1990കളിൽ സഹർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്നത്. സിനിമയിൽ സൂരജ് എന്ന കഥാപാത്രം ജോലി ചെയ്യുന്നതായി പറയുന്ന ഷെയർ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കമ്പനിയുടെ പേര് ഗ്രോഹൈ എന്നാണ്. യഥാർത്ഥ ഹർഷത് മേത്തയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കമ്പനിയുടെ പേരായ ഗ്രോമോർ മാറ്റിയാണ് ഗ്രോഹൈ എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഷോട്ടിൽ ഭാസ്കറിന്റെ പിറകിലായി ഗോൾഡ് സ്പോട്ട് എന്ന ഡ്രിങ്ക്സ് വെച്ചിരിക്കുന്നതായി കാണാം. സിനിമയിലെ പല ഷോട്ടുകളിലും ഈ ഡ്രിങ്ക്സ് കാണിക്കുന്നുണ്ട്. എനിക്ക് ഗോൾഡ് സ്പോട്ട് വാങ്ങി തന്നില്ലേ? അത് മതി സർ. 90കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിരുന്നു ഗോൾഡ് സ്പോട്ട്. കൊക്കക്കോള 2000-ൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും പിന്നീട് ഫാൻറ്റ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. സിനിമയിൽ 1980-90 കാലഘട്ടം അതേപോലെ തന്നെ കാണിക്കാൻ ഡയറക്ടറും ആർട്ട് ഡയറക്ടറും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഷോട്ടിൽ അന്നത്തെ ഏറ്റവും ഫേമസ് പേനയായ റെയ്നോൾഡ്സ് ഉപയോഗിക്കുന്നതായി കാണാം. സിനിമയുടെ തുടക്കത്തിൽ 6 മാസം കൂടുമ്പോൾ ഫുൾ റിപ്പോർട്ട് RBIക്ക് സബ്മിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഷോട്ടിൽ RBI ബോംബെ സെൻട്രൽ ഓഫീസിന്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുത്ത് അത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഭാസ്കർ കാർ വാങ്ങാൻ ചെല്ലുമ്പോൾ കാർ ഡീലർ ഒരു കാർ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ കാർ റീസെന്റ് ആയിട്ട് ആക്ടർ ചിരഞ്ജീവി വാങ്ങിയിട്ടുണ്ട്, പുതിയതായി ലോഞ്ച് ചെയ്തതാണെന്ന്. യഥാർത്ഥത്തിൽ ഇത് അന്ന് നടന്ന സംഭവമാണ്. ആ കാലത്ത് ചിരഞ്ജീവി ഇതേ സെയിം കാർ സ്വന്തമാക്കിയിരുന്നു. അതുപോലെ അതിനുശേഷം ഭാസ്കർ സെലക്ട് ചെയ്യുന്ന റെഡ് നിസാൻ പെട്രോൾ കാർ ദുൽഖറിന്റെ സ്വന്തം കാറാണ്. ഭാസ്കറിന്റെ വീട്ടിൽ ടിവിയിൽ എപ്പോഴും ചാർലി ചാപ്ലിന്റെ പ്രോഗ്രാമാണ് കാണുന്നത്. ചാർലി ചാപ്ലിന്റെ മൈൻഡ് സെറ്റാണ് ചിത്രത്തിലെ ഭാസ്കറിനെന്ന് ഈ സീനിലൂടെ കാണിക്കുന്നുണ്ട്. നീ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നടാ? എടാ, ഇന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെന്ന് കരുതി ഈ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും. ബാങ്കിലേക്ക് ഭാസ്കർ വരുമ്പോഴെല്ലാം സെക്യൂരിറ്റിക്ക് തിരിച്ചു സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ ശീലം അമേരിക്കയിൽ ചെന്ന ശേഷവും തുടരുന്നതായി കാണാം. ഇതേപോലെ ചെറിയ ചെറിയ മറ്റ് ഡീറ്റെയിലുകളും ഈ സിനിമയിലുണ്ട്. അന്നത്തെ കറൻസി കൺവേർഷൻ റേറ്റ്സ് കൃത്യമായി കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ യൂറോ കറൻസി 80-90 കാലഘട്ടത്തിൽ നിലവിലില്ലായിരുന്നു. അതേപോലെ രൂപയുടെ സിമ്പൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സിമ്പൽ നിലവിൽ വന്നത് 2010-ലാണ്. ഭാസ്കറിന്റെയും ഭാര്യ സുമതിയുടെയും പാസ്പോർട്ട് കാണിക്കുമ്പോൾ അവർ അഗൂറി കാസ്റ്റിൽപ്പെട്ടവരാണ് എന്ന് കാണിക്കുന്നുണ്ട്. അഗൂറി എന്നത് ഒരു ബംഗാളി കാസ്റ്റ് നെയിമാണ്. എന്നാൽ ഭാസ്കർ ബംഗാളി അല്ലാത്തതുകൊണ്ടാണ് തനിക്ക് പ്രൊമോഷൻ കിട്ടാത്തത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അഗൂറി എന്ന വേർഡിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഗുഡ് വിഷസ് ലക്കി എന്നൊക്കെ വരും. തന്റെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണ് ഭാസ്കർ. ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടി എഞ്ചിനീയറിംഗ് പഠിച്ച അനിയനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു. സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കുന്നു. ഭാര്യയ്ക്ക് സുമതി ഹോം ഫുഡ്സ് എന്ന സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നു. സ്മഗ്ലിംഗ് കേസിൽ നിന്ന് സുഹൃത്തായ സാമ്പയെ രക്ഷിക്കുന്നു. അളിയന് ബിസിനസ് ചെയ്യാൻ കാശ് കൊടുത്ത ശേഷം അതിൽ നിന്ന് സമ്പാദിക്കുന്നതിന്റെ 10% ഷെയർ സാമ്പയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നു. കാറുകൾ ഗോവയിലേക്ക് കടത്താൻ സഹായിച്ചവർക്ക് നല്ലൊരു തുക കൊടുക്കുന്നു. ഇങ്ങനെ തന്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ ഭാസ്കർ. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.